വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനുകൾക്കായി തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് ബീർ ബഹൂട്ടി പാർട്ട് 1-ൽ നിന്നും 1 സ്കോറിൻ്റെയും 2 സ്കോറിൻ്റെയും ചോദ്യോത്തരങ്ങൾ പരിചയപ്പെട്ടു. 4 സ്കോറിൻ്റെ ചോദ്യങ്ങളിൽ ഡയറി എങ്ങനെ എഴുതണമെന്ന് 2 ഉദാഹരണങ്ങൾ സഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. 4 സ്കോറിൻ്റെ ചോദ്യങ്ങളിൽ ഇനി നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് പത്ര, അതായത് കത്ത്. കത്ത് പ്രധാനമായും 2 തരത്തിലാണ്: ഔപചാരിക് പത്ര, അനൗപചാരിക് പത്ര. നമുക്ക് വേണ്ടത് അനൗപചാരിക് പത്ര, അതായത് ഇൻഫോർമൽ ലെറ്റർ, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കുന്ന കത്ത്. പത്ര നോക്കാം. ഇവിടെ കൊടുത്ത മലയാളം പെട്ടെന്ന് ഞാൻ വായിക്കാൻ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. ആദ്യം സ്ഥാൻ, താരീഖ് വലതുവശം മുകളിൽ, താഴെ ഇടതുവശം സംബോധന, അടിയിൽ അഭിവാദനം. അഭിവാദനം അതായത് നമസ്കാർ, നിർബന്ധമില്ല, ഒഴിവാക്കാം. തുടക്കം ഒരു സ്നേഹാന്വേഷണത്തോടു കൂടിയാവാം. ഉദാഹരണത്തും കെയ്സേ ഹോ, കെയ്സി ഹോ. കൂടാതെ നമുക്ക് കൂട്ടിച്ചേർക്കാം. കൂട്ടുകാരിക്കാണെങ്കിൽ കുശ് ഹോന, സുഖാണോ, സുഖമല്ലേ, പഠായി കെയ്സി ഹേ, പഠായി കെയ്സേ ചൽ രഹി ഹേ എന്നൊക്കെ ചോദിക്കാം. ഇതിന് താഴെയാണ് കത്തിൻ്റെ പ്രധാന ഭാഗം, ഉള്ളടക്കം, വിഷയം എന്നൊക്കെ പറയും. അതായത് പത്രിക കലേവർ, ബോഡി ഓഫ് ദ ലെറ്റർ. അടുത്തത് ഉപസംഹാരം. കത്ത് ചുരുക്കുന്നതിന് മുൻപായി മറുപടി എഴുതണമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഉദാഹരണം പത്ര പാത്തേ ഹി ഉത്തർ ലിഖിന, പത്ര മിൽത്തേ ഹി ഉത്തർ ലിഖിന, ഉത്തർ കി പ്രതീക്ഷാ മേ, ജവാബ് കി പ്രതീക്ഷാ മേ, പത്രോത്തർ കി പ്രതീക്ഷാ മേ, ഇങ്ങനെയൊക്കെ എഴുതാം. താഴെ വലതുവശം തുമ്ഹാരാ മിത്ര, തുമ്ഹാരി പ്രിയ സഹേലി എന്നൊക്കെ എഴുതുക. അടിയിലായി തൊട്ടു താഴെയാണ് അയക്കുന്ന വ്യക്തിയുടെ പേരും ഒപ്പും. അവസാനമായി ഏറ്റവും അടിയിൽ ഇടതുവശത്തായി കോളത്തിൽ കത്ത് ലഭിക്കേണ്ട ആളുടെ പേരും വിലാസവും. ഇത് കത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യമല്ല, എങ്കിലും അതവിടെ ബോക്സിലാക്കി കൊടുത്തേക്കുക. ഇനി കത്തിൻ്റെ കലേവർ, അതായത് നമ്മുടെ പ്രധാന ഭാഗം ഒഴിച്ചുള്ളവ നമുക്ക് മുൻകൂട്ടി പഠിക്കാം. സ്ഥാൻ, താരീഖ്, സംബോധന മുതലായവ എവിടെ എഴുതണം എന്നൊക്കെ ഇതാ നോക്കൂ. മിത്ര കെ നാം പത്ര, ഇതിൻ്റെ കലേവർ അതായത് ബോഡി ഓഫ് ദ ലെറ്റർ ഒഴിച്ചുള്ള സ്ഥാൻ, താരീഖ്, സംബോധൻ തുടങ്ങിയവ കൊടുക്കുന്നു. ഇവയുടെ സ്ഥാനം തെറ്റാതെ എഴുതി പഠിക്കുക. എഴുതി തന്നെ പഠിക്കണം. വലതുവശം മേലെ സ്ഥാൻ, താരീഖ്, അക്ഷരത്തെറ്റ് വരാതിരിക്കണം. താഴെ ഇടതുവശം പ്രിയ മിത്ര, അടിയിൽ നമസ്കാർ. കുശലാന്വേഷണമാണിനി. തും കെയ്സേ ഹോ, ഹൗ ആർ യു, നിനക്ക് സുഖമാണോ. മേ ഹം ഠീക് ഹൂം, ഹിയർ ഐ ആം ഓക്കെ, ഐ ആം ഫൈൻ, എനിക്കിവിടെ സുഖം തന്നെ. അബ് തോ ഇസ് പത്ര മേ, ഇപ്പോൾ ഈ കത്തിൽ ഏക് വിശേഷ് ബാത്ത് ലിഖ് രഹാ ഹും, ഒരു പ്രത്യേക കാര്യം എഴുതുകയാണ്. അടുത്ത പാരഗ്രാഫിൽ നമ്മുടെ കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കലേവർ 2 പാരഗ്രാഫിൽ ആക്കി എഴുതാം. നിങ്ങൾ ഡയറിക്ക് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെറിയൊരു മാറ്റം വരുത്തി എഴുതിയാൽ മതി. കത്തിൻ്റെ ശൈലി പാലിക്കണം. ഇനി കലേവർ എഴുതി കഴിഞ്ഞാൽ കത്ത് അവസാനിപ്പിക്കണമല്ലോ. അതെങ്ങനെ? പുതിയ പാരഗ്രാഫിൽ എഴുതുക. പത്ര മിൽത്തേ ഹി ഉത്തർ ലിഖിന, കത്ത് കിട്ടിയ ഉടനെ മറുപടി എഴുതുക. ഘർ മേ സബ് ഠീക് ഹേ നാ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ. മാതാജി ഓർ പിതാജി കോ മേരാ സാദർ പ്രണാം, മാതാപിതാക്കന്മാർക്ക് എൻ്റെ സാദര പ്രണാമം. താഴെ തുമ്ഹാരാ മിത്ര, ഹസ്താക്ഷർ, ഒപ്പ്, സിഗ്നേച്ചർ. ഹസ്താക്ഷർ എന്നെഴുതി ബ്രേക്കറ്റ് ചെയ്യുകയാണ്, അല്ലാതെ ഒപ്പിടാൻ പാടില്ല. താഴെ നാം, നാമിന് പകരം ബേല എന്നുള്ള എഴുതാൻ പറ്റും, ബേലയുടെ കത്താണെങ്കിൽ. സാഹിലിൻ്റെ കത്താണെങ്കിൽ സാഹിൽ. ഇനി ഏറ്റവും ഒടുവിലായി ഇടതുവശം ബോക്സിൽ സേവാമേ ടു, നാം, പത്ത, നെയിം, അഡ്രസ്. ഇനി ഒരു ഉദാഹരണം നോക്കാം. ബേലാക്ക പത്ര, സന്ദർഭം വാട്സാപ്പ് കെ ബുരേ വ്യവഹാർ പർ. അതായത് ഇത് കഴിഞ്ഞ് ഡയറി കുറിപ്പായിട്ട് വന്നു, നമ്മൾ വായിച്ചു കണ്ടു. ഇത് 2018 ചോദ്യമായിരുന്നു. ബേലാക്കി ഡയറി അഥവാ ബേലാക്ക പത്ര. എങ്കിലും വളരെ പ്രധാനപ്പെട്ടൊരു സന്ദർഭമാണ്. കത്താവാം, ഡയറി ആവാം, ഏതായാലും നമ്മൾ രണ്ടും തയ്യാറെടുക്കുക. ഉത്തരം വായിക്കട്ടെ. സ്ഥാൻ, താരീഖ്, പ്രിയ സഹേലി. പ്രിയ സഹേലി എന്നാണ് ഇവിടെ, കൂട്ടുകാരി ആയതുകൊണ്ട്.
नमस्कार, तुम कैसी हो? मैं हम ठीक हूँ. अब तो इस पत्र में एक विशेष बात लिख रही हूँ. നമ്മുടെ തൊട്ട് മുമ്പുള്ള പേജിൽ പറഞ്ഞവ ഇനി നമ്മുടെ കലേവറിലേക്ക് കടക്കുന്ന 2 പാരഗ്രാഫിലാക്കി കൊടുത്തിട്ടുണ്ട്. ആജ് ഹമാരി കക്ഷാമേ ഏക് ഘടന ഹുയി. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ഘടന, സംഭവം. സംഭവ് എന്ന് എഴുതിയാൽ അർത്ഥം മാറും പോസിബിൾ എന്നാണ്. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി കോപ്പി ജാഞ്ച് രഹേ थे. നോട്ട്ബുക്ക് പരിശോധിക്കുകയായിരുന്നു. അചാനക് മാട്ട് സാബ് നെ മേരെ ബാലോ മേ പഞ്ചാ ഫസായ. അദ്ദേഹം എൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു. വാസ്തവമേ മേരി കോപ്പി മേ കോയി ഗൽത്തി നഹി തി. വാസ്തവത്തിൽ എൻ്റെ നോട്ട്ബുക്കിൽ ഒരു തെറ്റുമില്ലായിരുന്നു. ठीक तरह से मैं कॉपी लिखी थी. ശരിയായ രീതിയിലാണ് ഞാൻ നോട്ട് എഴുതിയിരുന്നത്. इसलिए उन्होंने मुझे छोड़ दिया. അതുകൊണ്ട് അദ്ദേഹം എന്നെ വിട്ടു. मैं डर से कांप रही थी. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. मेरा मित्र साहिल भी डर गया था. എൻ്റെ സുഹൃത്ത് സാഹിലും പേടിച്ചു പോയിരുന്നു. साहिल के सामने ही माट साहब ने ऐसा बुरा व्यवहार किया था. സാഹിലിൻ്റെ മുമ്പിൽ വെച്ചാണ് മാട്ട് സാബ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയിരുന്നത്. ശർമ്മ കെ കാരൻ സിർ ജുഗാക്കർ ഖടി രഹി. ലജ്ജ കാരണം തലകുനിച്ചു നിന്നു. മാട്ട് സാബിനെ കോപ്പി കോ മേരെ ബൈഠനെ കെ സ്ഥാൻ പർ ഫേങ്ക് ദിയ. മാട്ട് സാബ് നോട്ട്ബുക്ക് എൻ്റെ ഇരിപ്പിടത്തിലേക്ക് എറിഞ്ഞു. ഇസ് ഘടന സെ മേരാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ ഥാ. ഈ സംഭവം കൊണ്ട് എൻ്റെ മനസ്സിന് വല്ലാതെ ക്ഷതമേറ്റു. മനസ്സ് തകർന്നു. പത്ര മിൽത്തേ ഹി ഉത്തര ലിഖന. കത്ത് കിട്ടിയ ഉടനെ മറുപടി എഴുതുക. ഘർ മേ സബ് ഠീക് ഹേ നാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? മാതാജി और പിതാജി കോ മേരാ സാദർ പ്രണാം. ഇതിനൊക്കെ മാറ്റം വരുത്താം. തുമ്ഹാരി സഹേലി ഹസ്താക്ഷർ ബേല. ഇടതുവശം ബോക്സിൽ സേവാമയം ടു നാം പത നെയിം അഡ്രസ്. ഇനി നാം പരിചയപ്പെടുന്നത് പട്കഥ, വാർത്താലാപ് അഥവാ ബാത്ചീത്ത്. പട്കഥ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. വാർത്താലാപിനെ പറ്റി എന്ത് പറയാനാ, ചെറിയ 6ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ടു വരുന്നതാണ്. നമുക്ക് പട്കഥയിലെ സംഭാഷണം തന്നെ ബാത്ചീത്തിനും പ്രയോഗിക്കാം. ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇനി മലയാളത്തിൽ കൊടുത്തൊന്നും വായിക്കേണ്ട കാര്യമില്ല. ഇതാ, ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ ആധാരശിലയാണ് തിരക്കഥ. അങ്ങനെ വരുന്നു എല്ലാ കാര്യങ്ങളും. ദൃശ്യ അഥവാ സീൻ, സ്ഥാൻ, സമയ്, പാത്ര, കഥാപാത്രങ്ങളുടെ പ്രായം, വേഷം, പ്രവൃത്തികൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ നൽകണം. ദൃശ്യിക വിവരൺ. ഒടുവിൽ സംവാദ്, സംഭാഷണം. ചുരുക്കത്തിൽ ദൃശ്യസ്ഥാന സമയ പാത്ര സന്ദർഭ സംഭാഷണം എന്നോർക്കുക. ശരി, താഴെ കൊടുത്തതല്ലോ നിങ്ങൾക്ക് വായിക്കാം. പട്കഥ പലതരത്തിൽ എഴുതി കാണാറുണ്ട്. എങ്ങനെ എഴുതിയാലും മേൽക്കൊടുത്ത കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാ, സംഭാഷണം ഒഴികെയുള്ള മുഴുവൻ ബ്രേക്കറ്റിൽ കൊടുക്കുന്ന രീതിയുണ്ട്. ഓരോന്നായി മേലെ നിന്ന് താഴോട്ട് എഴുതുന്ന രീതി കാണാം. 2 രീതി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു രീതിയുണ്ട്, 2 ഭാഗമായി തിരിച്ചെഴുതുന്ന രീതി. ഇങ്ങനെ എഴുതുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ സംഭാഷണം എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2 രീതി എങ്ങനെയെന്ന് നോക്കാം. ശരി, ചോദ്യം. 5वीं कक्षा का रिजल्ट आया. 6वीं कक्षा से साहिल और बेला अलग अलग स्कूलों में പഠിനെ वाले हैं. 6ാം ക്ലാസ് മുതൽ സാഹിലും ബേലയും വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോവുകയാണ്. ഇസ് പ്രസംഗിക്ക് പട്കഥ കാ ഏക് ദൃശ്യ ലിഖേം. ഈ സന്ദർഭത്തിൻ്റെ പട്കഥയാണ്, പട്കഥയുടെ ഒരു ദൃശ്യമാണ് നമുക്ക് വേണ്ടത്. സീൻ 1. സ്കൂൾ കാ ആംഗൻ. സവേരെ 10 ബജെ. സമയത്തിൽ മാറ്റം വരുത്താൻ 9 ബജെ ആക്കാം, 11 ബജെ ആക്കാം. 10 साल के बच्चे സാഹിൽ और ബേല സ്കൂളിൽ യൂണിഫോം മേ. 10 വയസ്സുള്ള കുട്ടികൾ സാഹിലും ബേലയും സ്കൂൾ യൂണിഫോമിൽ. 5वीं कक्षा का रिजल्ट आया. 6वीं कक्षा से साहिल और बेला अलग अलग स्कूलों में पढ़ने वाले हैं. സാഹിൽ ബേല का റിപ്പോർട്ട് കാർഡ് देख रहा है और बेला സാഹിൽ का. ഇതിൻ്റെ ഒന്നും അർത്ഥം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാഹിൽ ഖുശി സെ, संतोषത്തോടെ. बेला हम दोनों पास हो गए हैं. हाँ, मुझे खुशी है. क्या बताओ? उदास होकर, उदासीनयाയിട്ട്. मेरे पापा मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम? എൻ്റെ പിതാവ് എന്നെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കും. നീയോ? ദുഃഖ കെ സാത്ത്, ദുഃഖത്തോടെ.
मुझे अजमेर भेज देंगे, എന്നെ അജ്മീറിലേക്ക് അയക്കും. और वहाँ हॉस्टल में रहकर पढ़ूँगा, അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കും. अब तुम फुलेरा में नहीं रहोगे, ഇനി നീ ഫുലേരയിൽ ഉണ്ടാവില്ല. नहीं, नो. तुम्हारा रिपोर्ट कार्ड दिखाओ, നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. ये लो, ഇതാ. तुम्हारा रिपोर्ट कार्ड जरा देख लो, നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഞാനൊന്ന് നോക്കട്ടെ. अरे तुम क्यों रो रही हो, എന്താ കരയുന്നത്? आंखों में आंसू भरकर, मुझे क्या पता. കണ്ണിൽ നിറയെ കണ്ണുനീരാണ്. ആംഖേം ഭർത്തേ ഹുവേ, മുझे क्या पता, എനിക്കെങ്ങനെ അറിയാം. ഇത് വളരെ വികാരഭരിതമായ രംഗമാണ് കഥയിലെ മർമ്മസ്പർശിയായ ഭാഗം. ഈ സംഭവത്തെ, ഈ സന്ദർഭത്തെ വെച്ചുകൊണ്ട് പട്കഥയാവാം, സാഹിൽ കി ഡയറിയോ ബേല കി ഡയറിയോ, വളരെ പ്രതീക്ഷയുള്ളൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ചോദ്യം ഈ സന്ദർഭത്തെ ആധാരമാക്കിയിട്ട്. ഇനി രണ്ടാമത്തെ രീതി പരിചയപ്പെടാം. ദൃശ്യ ഏക്. स्थान स्कूल का आंगन, समय सवेरे 10 बजे. पात्र 10 साल के बच्चे साहिल और बेला स्कूल यूनिफॉर्म में, दोनों के हाथों में रिपोर्ट कार्ड है. संदर्भ 5वीं कक्षा का रिजल्ट आया. छठी कक्षा से साहिल और बेला अलग अलग स्कूलों में पढ़ने वाले हैं. साहिल बेला का रिपोर्ट कार्ड देख रहा है और बेला साहिल का. സംഭാഷണം, സംവാദ് മേൽ കൊടുത്തത് തന്നെ. ഇനി മറ്റൊന്ന്. पेन में स्याही भरवाने के लिए बेला और साहिल दुकान पहुंचते हैं. कहानी के इस प्रसंग के अनुसार पटकथा का एक दृश्य लिखे. उत्तरम वाइकुन्नो. सीन 1. स्कूल के पास की दुकान. सवेरे 10 बजे. 10 साल के बच्चे बेला और साहिल स्कूली यूनिफॉर्म में. बेला, एक पेन स्याही भर दो, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. बेटा, स्याही की बोतल अभी अभी खाली हो गई है. മഷിയുടെ ബോട്ടിൽ ഇപ്പോൾ കാലിയായിട്ടേ ഉള്ളൂ. സാഹിൽ ദുഃഖ के साथ, अरे मैं क्या करूं, ഞാൻ എന്ത് ചെയ്യും. दुकान वाला, अब तो कल ही मिल पाएगी, ഇനി നാളെയേ കിട്ടൂ. बेला, लेकिन इसने पेन में बची हुई स्याही को ज़मीन पर छिड़क दिया. എന്നാൽ ഇവൻ പേനയിൽ ബാക്കി വന്ന മഷി തറയിൽ ഒഴിച്ചു കളഞ്ഞു. ഹസ്തേ ഹുവേ, ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. കാർമേഘം കണ്ടിട്ട് മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ചു കളയരുത്. ബേല, ബിൽക്കുൽ ടീക്ക്, തികച്ചും ശരിയാണ്. ദുകാൻവാല, കോൺസീമേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാഞ്ചുവീമേ, ദോനോ. ഹാ ദോനോ, ഹം ദോനോ കാ സെക്ഷൻ ഭി ഏക് ഹേ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഡിവിഷൻ ഒന്നാണ്. ബേല, ദേരി ഹോ രഹി ഹേ. ബേല, നേരം വൈകുന്നു. ठीक है, ജൽദി ചലോ. ദോനോ തേജി സെ സ്കൂൾ കി ഓർ ചലത്തെ ഹെ. താഴെ കൊടുത്ത് ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കുക. ഹിന്ദി വായിക്കുന്നു. പ്രസംഗാനുകൂൽ, സന്ദർഭാനുകൂലം. പാത്രാനുകൂൽ, പാത്രാനുകൂലം. വാർത്താലാപ് കി ശൈലി, വാർത്താലാപിൻ്റെ ശൈലി. വാക്യ യാ വാക്യാംശ്, വാക്യം അല്ലെങ്കിൽ വാക്യാംശം, മുഴുവനായിട്ട് വേണ്ട വാക്യം. സരൾ ഭാഷ, സരളമായ ഭാഷ. അടുത്തത് റെപ്പട്ട്, അതായത് സമാചാർ പത്രിക റെപ്പട്ട്. ഇവിടെ മാതൃകയ്ക്കായി കൊടുത്തത് ബീർ ബഹൂട്ടി എന്ന കഥയിലെ ചെറിയൊരു സംഭവമാണ്. റെപ്പട്ട് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്ത്, എവിടെ, എപ്പോൾ, എന്തുകൊണ്ട്, എങ്ങനെ, ആര്, ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് റെപ്പട്ട്. ചുരുക്കത്തിൽ 5 എ ഏതൊക്കെയാണ്? എന്ത്, എവിടെ, എപ്പോൾ, എന്തുകൊണ്ട്, എങ്ങനെ. 5 എയുടെയും ഒരു ആയുടെയും ഉത്തരം ആര്, ആരൊക്കെയാണ് ഉൾപ്പെട്ടത്. ഉചിതമായ ശീർഷകം കൊടുക്കണം, ആകർഷകമായ ഹെഡിങ്, സ്ഥലം വ്യക്തമാക്കുക. सुरेंद्र माट साहब ने बेला के बालों में पंजा फंसाया. इस पर समाचार पत्र की रपट कल्पना करके लिखे. ഉത്തരം വായിക്കുന്നു. അധ്യാപകനെ ഛാത്രാക്കെ ബാലോമേ പഞ്ചാ ഫസായ. അധ്യാപകൻ വിദ്യാർത്ഥിനിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു വലിച്ചു. ഫുലേര, രാജസ്ഥാൻ. അധ്യാപകനെ 5वीं कक्षा में പഠനേ വാലി ഛോട്ടി ലടുക്കി കെ ബാലോമേ പഞ്ചാ ഫസായ. അധ്യാപകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു വലിച്ചു. ഗണിത് കെ അധ്യാപക് സുരേന്ദ്രജീനെ ലഡ്കി സെ ऐसी ക്രൂരത ദിഖായി ഹെ. ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയാണ് പെൺകുട്ടിയോട് ഇങ്ങനെയുള്ള ക്രൂരത കാണിച്ചത്.
राजस्थान के फुलेरा के LP स्कूल में ये घटना हुई थी. രാജസ്ഥാനിലെ ഫുലേരയിലെ LP സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. അധ്യാപക കക്ഷാമേ കാപ്പി ജാഞ്ച് രഹേ थे. അധ്യാപകൻ ക്ലാസ്സിൽ നോട്ട്ബുക്ക് പരിശോധിക്കുകയായിരുന്നു. അചാനക് ഉन्होंने बेला नामक इस लड़की के बाल पकड़कर फेंका. പെട്ടെന്ന് അദ്ദേഹം ബേല എന്നു പേരായ ഈ പെൺകുട്ടിയുടെ മുടി പിടിച്ചു വലിച്ചു. സച്മുച്ച് ലड़की കോപ്പി മേ കൊയ് ഗൽത്തി നഹി थी. വാസ്തവത്തിൽ പെൺകുട്ടിയുടെ നോട്ട്ബുക്കിൽ ഒരു തെറ്റുണ്ടായിരുന്നു. ഗൽത്തി തോ അധ്യാപക കീ थी. തെറ്റ് അധ്യാപകൻ്റെതായിരുന്നു. സച്ചി ബാത് സമജ് ഗയി. യഥാർത്ഥ കാര്യം മനസ്സിലായി. തോ അധ്യാപകനെ ലड़की को छोड़ दिया. അധ്യാപകൻ കുട്ടിയെ വിട്ടു. ലേക്കിൻ ലംബി ദേർ തക് ലड़की के പാവ് കാമ്പ് രഹേ थे. പക്ഷേ വളരെ നേരത്തോളം ഈ കുട്ടിയുടെ കാലുകൾ വിറയ്ക്കുകയായിരുന്നു. ജരാസി ഗൽത്തി പർ ഈ അധ്യാപക് ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ थे. ചെറിയ തെറ്റിന് പോലും ഈ അധ്യാപകൻ കുട്ടികളെ അങ്ങുമിങ്ങും വലിച്ചിഴയ്ക്കുമായിരുന്നു. ഉൻകാ പീരീഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആത്താ ഥാ. ഇദ്ദേഹത്തിൻ്റെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു വന്നിരുന്നത്. ഖേൽ ഘണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹ്ലെ ഹി. ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് ബच्चे കക്ഷാമേ ആക്കർ ബൈഠത്തെ थे. കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കുമായിരുന്നു. ഇസ് അധ്യാപകക്ക് ക്രൂർ വ്യവഹാർക്കെ കാരൻ. ഈ അധ്യാപകൻ്റെ ക്രൂരമായ പെരുമാറ്റം കാരണം സഭി ബच्चे ഡർത്തെ ഹുയെ കക്ഷാമേ ബൈഠത്തെ ഹെ. എല്ലാ കുട്ടികളും പേടിച്ചുകൊണ്ടാണ് ക്ലാസ്സിൽ ഇരിക്കാറുള്ളത്. ഇത് വളരെ വേഗത്തിൽ വായിച്ചു പോയതാണ്. പത്ര റിപ്പോർട്ട് എന്തെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ സ്കോറും നേടാൻ പറ്റിയ 4 സ്കോറിൻ്റെ ചോദ്യമാണിത്. സഹി മിലാൻ കരേം. ശരി, സഹി മിലാൻ കരേം. മുഴുവൻ സ്കോറും നേടാൻ പറ്റും. പാഠഭാഗത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഓർക്കുക, അശ്രദ്ധ കൊണ്ട് ഒന്ന് തെറ്റിയാൽ 2 സ്കോർ നഷ്ടപ്പെടും. വായിക്കാം. ഉത്തരം അടിയിലുണ്ട്. ഉത്തരം നിങ്ങൾ അടിയിൽ നോക്കാതെ ഒറ്റയ്ക്ക് കണ്ടെത്താൻ ശ്രമിക്കുക. ഗീലി ജമീൻ ബർ ബേല ഒരു സാഹിൽ. ആദ്യത്തെ വാക്യമാണ്. നനഞ്ഞ മണ്ണിൽ ബേലയും സാഹിലും. താഴെ നൈ സ്യാഹി ഭർവാനേക്കെ ലിയെ. പുതിയ മഷി നിറപ്പിക്കാൻ വേണ്ടി. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർജി കാ പീരീഡ്. ഗണിതാധ്യാപകൻ സുരേന്ദർജിയുടെ പീരീഡ്. സാഹിൽ കോ സർക്കാരി അസ്പതാൽ മേ. സാഹിലിനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. വലതുവശം കൊടുത്തു. സാഹിൽ और ബേല ദുകാൻ പഹുഞ്ചെ. സാഹിലും ബേലയും കടയിലെത്തി. പട്ടി ബന്ധുവാനേക്കെ ലിയേ ലേ ജായാ ഗയാ. ബാൻഡേജ് കെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകപ്പെട്ടു. ബീർ ബഹുട്ടിയോങ്കോ ഖോജാ കർത്തേ थे. ബീർ ബഹുട്ടികളെ തിരയുക പതിവായിരുന്നു. ഖേൽ ഘണ്ടിക്ക് ബാദ് ആത്താ ഥാ. ഡ്രിൽ പീരീഡിന് ശേഷം വന്നിരുന്നു. ശരി, ഉത്തരം കണ്ടെത്തുക. പിരമിഡ്, അതായത് വാക്യ പിരമിഡ്. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചോദ്യം. 2 സ്കോറും നേടാൻ കഴിയും. പിരമിഡ്, വാക്യ പിരമിഡ്. മലയാളത്തിൽ എഴുതിയൊക്കെ വായിക്കുക. 2 സ്കോറിൻ്റെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പാഠഭാഗത്തെപ്പറ്റി അറിവുണ്ടായിരിക്കണം. അർത്ഥമുള്ള വാക്യങ്ങളായിരിക്കണം. 4 വാക്യങ്ങൾ ഉത്തരക്കടലാസിൽ എഴുതണം. പിരമിഡ് വരച്ചിട്ടൊരു ഉദാഹരണം കൊടുക്കട്ടെ. പിന്നീടുള്ള ചോദ്യങ്ങൾ പിരമിഡ് വരയ്ക്കാതെയാണ് ഇവിടെ കൊടുക്കുന്നത്. നോക്കുക. കോഷ്ഠക കെ ശബ്ദം സെ പിരമിഡ് കി പൂർത്തി കരേ. ലാൽ ഭൂരെ. ലാൽ ചുവന്ന, ഭൂരെ നിറ തവിട്ട് നിറത്തിലുള്ള. ബാൽ റിബൺ സെ ബന്ധേ ഥേ. ആദ്യത്തെ വാക്യം. രണ്ടാമത്തത് ഉസ്കെ ബാൽ റിബൺ സെ ബന്ധേ ഥേ. അവളുടെ മുടി റിബൺ കൊണ്ട് ബന്ധിച്ചിരുന്നു. കൂട്ടിച്ചേർത്ത് കണ്ടില്ലേ? മൂന്നാമത്തെ വാക്യം ഉസ്കെ ബാൽ ലാൽ റിബൺ സെ ബന്ധേ ഥേ. ഉസ്കെ ഭൂരെ ബാൽ ലാൽ റിബൺ സെ ബന്ധേ ഥേ. ഇതാ ബാക്കി ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ മൂന്നാമത്തെ വാക്യം ഭൂരെ ചേർത്തും എഴുതാം. അപ്പോൾ 4ാമത്തെ വാക്യത്തിൽ ലാൽ ചേർക്കുക. പക്ഷേ പ്രയോഗിക്കേണ്ടത് ലാൽ റിബൺ ഭൂരെ ബാൽ എന്നാണ്. അതായത് വിശേഷൺ ശബ്ദ് ഏതിനെ വിശേഷിപ്പിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. ഇനിയുള്ള ഉദാഹരണങ്ങളിലും ഇങ്ങനെ കാണാം. എന്നാൽ താഴെ കൊടുത്ത ഉദാഹരണം നോക്കൂ. ഇവിടെ 3ാമത്തെ വാക്യം പത്തോമേ എന്ന് തന്നെ ചേർത്തെഴുതണം, അല്ലെങ്കിൽ തെറ്റും. 4ാമത്തെ വാക്യം ബാജരേക്കെ ചേർത്തെഴുതാം. ശരി, ഇനി നിങ്ങൾ വായിക്കുക. സംശയം തോന്നിയാൽ മാത്രം താഴെ കൊടുത്ത് ഉത്തരം നോക്കുക. ഹോംവർക്കാണ്. ഉദാഹരണാർത്ഥം 8 ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. വായിക്കുക, ചെയ്യുക.